ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൂര്യ. S&S മൊമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതൊരു സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ പീസ് തുണിയാണ്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മാത്രം ഞാൻ വേണ്ടി കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫോൾഡ് സൈഡാണ് എൻ്റെ സൈഡിലിട്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള വശമാണ്. എൻ്റെ സ്ലീവിന് വേണ്ടതൊരു 15 ഇഞ്ച് ഇറക്കമാണ്. ഞാനിപ്പോൾ ആ 15 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 15 ഇഞ്ച് തന്നെ അതിൻ്റെ എല്ലാ വശത്തും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങളുടെ സ്ലീവിൻ്റെ ഇറക്കം നിങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 10 ഇഞ്ച് വേണ്ടതുകൊണ്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഞാൻ എടുക്കുന്നത് കൈവണ്ണമാണ്. കൈവണ്ണം ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 10 ഇഞ്ച് കൈവണ്ണം മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് സ്ലീവിൻ്റെ അറ്റം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ലൂസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കൈവണ്ണത്തിൻ്റെ അവിടെ നിന്നും ഒരു 3.5 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ടേപ്പ് വെച്ചതിന് ശേഷം അറ്റത്തേക്ക് ഒരു ലൈൻ വെച്ച് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മാർക്ക് ചെയ്ത അവിടെ നിന്ന് തന്നെ നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് അത് ഹാഫായിട്ട് മടക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയത് ഹാഫായിട്ട് ടേപ്പ് ഇതുപോലെ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചാൽ നമുക്കതിൻ്റെ ഹാഫായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ആ ലൈനിൻ്റെ ഹാഫായിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക. അവിടെ നിന്നും ഒരു 4 ഇഞ്ച് ആ വരയുടെ പുറത്തിൽ കൂടി നടുക്ക് നമ്മൾ ഹാഫായിട്ട് ചേർത്ത് വെച്ച പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്ത് അകത്തുകൂടെ വീണ്ടും ആ ലൈനിൻ്റെ അകത്തൂടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അറ്റത്തേക്ക് ജോയിൻ ചെയ്യുക. ആ പോയിൻറ്റിൽ നിന്നും സ്ലീവിൻ്റെ അറ്റത്തേക്കും ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ ഈ കാണുന്ന പോലെ വരച്ച് ചേർക്കുക. ഇത്രയാണ് ഒരു സ്ലീവ് കട്ടിങ്ങിന് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി നമ്മൾക്ക് കട്ട് ചെയ്ത് അത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇത് ഞാൻ എൻ്റെ ചുരിദാറിനും എൻ്റെ കുർത്തിക്കൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തയ്യൽ നന്നായിട്ട് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല. തയ്യലൊട്ടും അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ തയ്യലിലോട്ട് തുടക്കക്കാരായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണിത്. അവർക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ലീവാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാനൊരു അകത്തേക്ക് കുഴിച്ച് വെട്ടുന്നില്ല കേട്ടോ. ഞാൻ കുർത്തിക്കും ചുരിദാറിനൊന്നും അങ്ങനെ ചെയ്യാറില്ല. ബ്ലൗസിന് മാത്രമേ ഞാൻ ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് വെട്ടാറുള്ളൂ. അതുകൊണ്ട് കുർത്തിക്കും ചുരിദാറിനും ഞാൻ ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇതിന് ഞാൻ ചെയ്തിട്ടില്ല. ബ്ലൗസിന് മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ കേട്ടോ. സോറി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത